ഇന്നലെ നമ്മൾ ഇരിക്കൂറല്ലേ കണ്ട് ഇന്ന് നമുക്ക് ശ്രീകണ്ഠാപുരം കണ്ടിട്ട് വരാമല്ലോ. അത്യാവശ്യം ഇറങ്ങി വന്നപ്പോഴത്തേക്കും നല്ല നട്ടപ്പൊരിയുന്ന വെയിലായിന്. ആ വെയിലത്ത് ഇങ്ങനെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബസ്സും കയറി നേരെ ശ്രീകണ്ഠാപുരത്ത് എത്തിയാലാണ് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഒരു ഹാമ്പർ ബോക്സ് ഇന്ന് കൊടുക്കാനുണ്ട്. അതിലേക്കുള്ള സാധനം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാട്ടാ. വളരെ പെട്ടെന്ന് കിട്ടിയൊരു ഓർഡർ ആയതുകൊണ്ട് സാധനമൊന്നും കയ്യിലുണ്ടായിട്ടില്ല. അപ്പോൾ സാധനം എല്ലാം വാങ്ങി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുന്ന. ബസ്സിനൊരു സാധനം കൂടി വരാനുണ്ട്. അത് വരാൻ വേണ്ടി കുറേ സമയം അവിടെ കാത്തുനിന്നു. ബസ്സും ഇല്ല, ഒന്നുമില്ല. വരുന്ന വിചാരിച്ചിങ്ങനെ നിൽക്കുന്ന. പിന്നെ വിചാരിച്ച കുറച്ച് വെള്ളം കുടിക്കാമെന്ന്. അതെല്ലാം കുടിച്ച് പിന്നെയും പോയിരുന്നു ബസ് സ്റ്റാൻഡിൽ. അങ്ങനെ ഇരുന്നിരുന്ന് കുറേ സമയത്തെ കാത്തിരിപ്പിനൊടുവിൽ ബസ് വന്നാൽ ഇല്ല. പെട്ടെന്നാണ് നിനക്ക് ഓർമ്മ വന്നേ, ആ ബസ് കണിയാറവയലിലേക്കുള്ള ബസ്സാണ്. പീടിയല്ല, അപ്പുറത്തെ സൈഡിലാണ് നിർത്തുക. ഭാഗ്യത്തിന് ഓടിപ്പോയതുകൊണ്ട് ബസ് കിട്ടി. ഇല്ലെങ്കിൽ ആ ബസ് വരുന്ന സാധനം എങ്ങനെ കിട്ടുവേനും. അതെല്ലാം കഴിഞ്ഞ് നേരെ ബസ് കയറി നാട്ടിലേക്ക് പോന്ന. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ടൗൺ ആട്ടോ ശ്രീകണ്ഠാപുരം. അതെന്താ അപ്പം അങ്ങനെ? അതിനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ ഈ കാണുന്ന ഹോസ്പിറ്റലാണ് ഞാൻ ജനിച്ച സ്ഥലം. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരിടം. അത്രയേ ഉള്ളൂ. അങ്ങനെ ബസ് കയറി നേരെ നാട്ടിലേക്ക്. ഈ കുന്ന് കയറി ഇറങ്ങൽ വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ കുന്ന് കയറുമ്പോൾ നമ്മളെ ആകാശം കണ്ടപ്പം ജസ്റ്റ് ഒരു വീഡിയോയും കൂടി എടുത്ത് നേരെ വീട്ടിൽ പോയി ഹാമ്പർ ബോക്സ് സെറ്റ് ചെയ്യുന്ന. ഈ ഹാമ്പർ ബോക്സിന് ഇരട്ടി മധുരമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിലുള്ള ഡ്രസ്സെല്ലാം എൻ്റെ പേജിൽ നിന്ന് അവർ വാങ്ങിയതാണ്. ഒരു ഡ്രസ്സ് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്തു. അതായത് അവർക്കൊരു ഡ്രസ്സ് വേണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഓർഡർ കൺഫേമായി ഡ്രസ്സിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തപ്പം 3 ഡ്രസ്സും വേണം ചേച്ചി എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പം അതെന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് നിന്ന് 3 ഡ്രസ്സ് ഒരുമിച്ച് വാങ്ങുമ്പം ആർക്കായാലും സന്തോഷം ഉണ്ടാവില്ലേ. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയ ഒരു ഹാമ്പർ ബോക്സും കൂടി കേട്ടോ ഇത്. അങ്ങനെ അത് സെറ്റാക്കിക്കൊണ്ട് നിൽക്കുന്ന. ഇത് സെറ്റ് ചെയ്യൽ നല്ല രസമാണ്. മാറ്റി മറിച്ചും തിരിച്ചും മറിച്ചും അവസാനം അത് സെറ്റാക്കി എടുത്തു. ഇപ്പം എല്ലാവരും ഹെയർ ക്രാബ്സ് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് വേറെ ഡ്രസ്സും കൂടി കൊടുക്കാനുണ്ടെന്ന് ഓർമ്മ വന്നേ. ഇത് തളിപ്പറമ്പ് ബസ് കൊടുത്ത് വിടേണ്ട സാധനമാണ്. അതും അങ്ങനെ സെറ്റാക്കി നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഓട്ടോ കിട്ടി. ഇല്ലെങ്കിൽ ആ കുന്ന് കയറുമെല്ലാം വേണം, ഇറങ്ങുമെല്ലാം വേണം. ഇതൊന്നും വേണ്ടി വന്നിട്ടില്ല. അങ്ങനെ നേരെ ശ്രീകണ്ഠാപുരത്തെത്തി. സർപ്രൈസ് ആയിട്ട് ഇയാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാട്ടോ പോയെ. ആളൊരുപാട് ഹാപ്പിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ.